ഈ ഭരണകൂടത്തിനെതിരെ ഉയർന്നു വന്ന ഒരാരോപണം, മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ അകത്താക്കുന്നു. അതല്ലേ ഇത്? അതാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവിടെ തന്ത്രിക്ക് അപ്പുറത്തേക്ക് കുറച്ച് പേരിലേക്ക് പോകണ്ടേ? ഒരാളിലേക്ക് അന്വേഷണം പോയപ്പോഴത്തേക്കും പോലീസ് കളിച്ച കളി ഓർക്കുന്നുണ്ടോ? ഒരു വ്യക്തി പെട്ടെന്ന് അത്യാസന്ന നിലയിൽ ആശുപത്രി അഡ്മിറ്റ് ആവുന്നു. ഒരു ഏമാൻ്റെ അച്ഛനാണ്. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ പ്രശ്നമാണ്. അവർക്ക് വേണ്ടപ്പെട്ടവരെ തൊടാൻ പറ്റില്ല. എന്തായാലും ഭാഗ്യത്തിന് കോടതി ഇടപെട്ടു, അയാളെ റിമാൻഡ് ചെയ്തു. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ അദ്ദേഹം ജയിലിൽ കൂടി അടിപൊളിയായിട്ട് നടക്കണമെന്ന് തോന്നുന്നു. എന്തായാലും വലിയ തട്ടിപ്പാണ് കാണിച്ചത്. അവിടെ SIT ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്താതെ കോടതി പറയുകയാണ് ആൾ അത്യാസന്നയിലേക്ക് കിടക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പം ഇവർക്കെന്ത് വിശ്വാസ്യതയുള്ളത്? അതായത് അവർക്ക് വേണ്ടപ്പെട്ട അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും അടുത്ത ബന്ധുവിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ കബളിപ്പിക്കാൻ അവർ തയ്യാറാണെങ്കിൽ ഇതുപോലൊരു കൃത്യത്തിന് വേണ്ടി മറ്റൊരാളെ ജയിലിലിടാൻ അവർക്ക് പറ്റും. അതാണിപ്പോൾ മനസ്സിലാവുന്നത്. കാരണം ജാമ്യം കൊടുത്ത കോടതി നിരീക്ഷിക്കുന്നു, ഈ തന്ത്രിയുടെ പേരിൽ ഒരു കുറ്റം കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ കുറ്റം കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ജയിലിലിട്ടവർക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ട്, ഗൂഢോദ്ദേശങ്ങളുണ്ട്. ആ ലക്ഷ്യം എന്തായിരിക്കണം? അത് ഒരുപക്ഷെ വളരെ ഉന്നതരായിട്ടുള്ള CPMലെ പാർട്ടി പ്രവർത്തകരോ പാർട്ടി ചുമതലക്കാരോ മന്ത്രി തന്നെയോ അല്ലെങ്കിൽ മന്ത്രിമാർ തന്നെയോ അവരെ രക്ഷിക്കാനായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ വേറെ കുറേ പേരുടെ തലയിലോട്ട് ഇവർ ഇതൊക്കെ എടുത്തിട്ട് ചാരിയിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും LDF പറയാൻ ശ്രമിക്കുന്നത് UDFന് ഇത് പങ്കുണ്ട്, സോണിയാഗാന്ധിക്ക് കൊണ്ടുവന്ന ഉണ്ടാവുമായിരിക്കും. നമ്മളതിനെയൊന്നും എതിർക്കുന്നില്ല. പക്ഷേ അവരെയൊക്കെ ആരായാലും, അത് ഭരണപക്ഷത്തുള്ളവരായാലും പ്രതിപക്ഷത്തുള്ളവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസി സമൂഹം വളരെ ആരാധനയോടുകൂടി കാണുന്ന ഒരാളെ ജയിലിലിടേണ്ട ഒരാവശ്യമില്ല.